ഹായ് ഒരുവൺ. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളൊരു കുട്ടി വ്ളോഗായിട്ടാണ്. ഇന്നിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവരെയും കൊണ്ടുവന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡോർ ഗെയിംസ് മാത്രമുള്ള കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇന്ന് പോയത്. അപ്പോൾ ഇവർ 2 ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് കിഡ്സ് ക്യാപിറ്റലിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നപ്പോൾ ഇന്ന് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അവിടെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പേരൻസിനും കയറാം. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും സോക്സ് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇൻഡോർ ഗെയിംസ് അല്ല, അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഗെയിംസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം സോക്സ് ഇട്ടിട്ട് വേണം എല്ലാവരും കയറാനായിട്ട്. സോക്സ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ സോക്സ് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. സോക്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയറാം. 500 റുപ്പീസാണ് പെർ പേഴ്സൺ. അതായത് ഒരു കുട്ടിയുടെ കൂടെ ഒരു അഡൾട്ടിനും കൂടെ കയറാം. അപ്പം പേരൻസിന് എൻട്രി ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് മൺഡേ അല്ലേ, മൺഡേയും പിന്നെ ട്യൂസ്ഡേ ഞാൻ തോന്നുന്നു ഏതൊരു ദിവസം 1 അവറിനാണ് 500 റുപ്പീസ്. മൺഡേ പോവുകയാണെങ്കിൽ നമുക്ക് 2 hours കളിക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ഇവിടെ താഴെ വലിയ സ്റ്റുഡിയോയും മാക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ വരുന്ന പേരൻസിന് ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. പിള്ളേരെ ഇവിടെ പ്ലേ സ്റ്റേഷനിൽ പിള്ളേരെ ഇവിടേക്ക് കളിക്കാൻ വിട്ടിട്ട് താഴെ നമുക്ക് ഷോപ്പ് ചെയ്യാം. സാധനങ്ങളൊക്കെ മേടിക്കലും കാര്യങ്ങളും ഇവരുടെ ശല്യമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ അപ്പോൾ നമുക്ക് ഇവർ സേഫാണ്. അതിൻ്റെ ഉള്ളിൽ നോക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരാം. പിന്നെ അവിടെ ഒരു പാരൻസിന് വെയിറ്റ് ചെയ്യാനായിട്ടൊരു ഏരിയ ഉണ്ട്, ഒരു കഫേ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് മേടിച്ച് കഴിക്കുക, എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഗെയിംസ് മൊത്തം ഇങ്ങനെയാണ്. സോക്സ് ഉപയോഗിക്കണം ഇവിടേക്ക് വരുമ്പോൾ. കാരണം ഇങ്ങനത്തെ ഗെയിംസും കാര്യങ്ങളായതുകൊണ്ട് സോക്സ് ഇട്ടാൽ മാത്രമേ അവർ കയറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സോക്സ് മേടിക്കാൻ കിട്ടും. വീട്ടിൽ നിന്ന് സോക്സ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അവിടെ നിന്ന് മേടിക്കണതിന് എന്തോ 60 റുപ്പീസ് ഒരാൾക്ക് കൊടുക്കണം. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചിട്ട് കയറാം. സോക്സ് ഇല്ലാണ്ട് എന്തായാലും അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല. ഞങ്ങളൊരു 1:20 ചെന്നത്. ഞങ്ങൾ 3:20 വരെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഷെയ്ക്കും അങ്ങനെ എന്തൊക്കെയോ കഴിക്കാനൊക്കെ മേടിച്ച് ഞങ്ങളത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോന്നു. ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ. നമ്മൾ വീട് പണിയാണോ? നമ്മൾ എന്തായാലും വീട് പൊളിക്കാൻ പോവാണ് ഗായ്സ്. സന്യ പൊളിച്ചോ? നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. കുട്ടിക്ക് ആരോഗ്യം കുറവ്.